വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ഈ വരുന്ന ഒക്ടോബർ 3-നാണ് LICAO അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള പ്രിലിംസിന്റെ എക്സാം നടക്കുന്നത്. ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്തായിരിക്കും, ഒരു PO ലെവൽ ആയിരിക്കുമോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ LICAOയുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള LICAO എക്സാമിന് ചോദിച്ചിട്ടുള്ള പസിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും LICAOയുടെ പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ. നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണുള്ളത്: റീസണിംഗ്, ക്വാണ്ട് ആൻഡ് ഇംഗ്ലീഷ്. റീസണിംഗ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും 35 ക്വസ്റ്റ്യനും 35 മാർക്കും ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ്സ്, സെയിം ബാങ്ക് എക്സാമിന്റെ അതേ പാറ്റേൺ. ഇംഗ്ലീഷ് നമുക്കുണ്ട്, പക്ഷെ ഇംഗ്ലീഷിന്റെ മാർക്ക് എന്ന് പറയുന്ന ടോട്ടൽ എടുക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ 70 കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ്, അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 12th വിൽ ബി ക്വാളിഫയിങ് ആൻഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ ദി മാർക്കിംഗ്. അത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ്. അപ്പൊ റീസണിങ് ക്വാണ്ടും ആണ് ശരിക്കും ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച പസിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. ഇപ്പൊ ആദ്യമായിട്ട് പസിൽസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാം, എന്നിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ 10 persons works in a company in 3 different departments. അപ്പൊ 10 person 3 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. 3 ഡിപ്പാർട്ട്മെന്റ് 10 person, ഇറ്റ്സ് എ ടാബുലർ പസിൽ. ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണെന്നായിരിക്കും നമ്മൾ കണ്ടെത്തേണ്ടി വരിക. ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് HR, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഡിഫറെന്റ് നമ്പർ ഓഫ് പേഴ്സൺ വർക്ക്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ നോക്കിക്കേ, ഡിഫറെന്റ് നമ്പർ ഓഫ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് നമ്പർ ഓഫ് പേഴ്സൺ ആയിരിക്കണം. അതായത് സെയിം വരാൻ പാടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. കണ്ടീഷൻസ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ 3 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത് അല്ലെ. 10 പേഴ്സൺസും 3 ഡിപ്പാർട്ട്മെന്റും ആണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്? HR, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അവര് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ പേഴ്സൺസ് ആണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ A works with E but not in sales department. എയും ബിയും ഇയും കൂടെ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്, പക്ഷെ അവർ എവിടെ വരത്തില്ല? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വരില്ല. ഞാനപ്പോ അതിന് നേരെ താഴെ ക്രോസ് മാർക്ക് ചെയ്തു, ഇന്നടത്ത് വരത്തില്ല. അപ്പൊ പിന്നെ വരാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? ഒന്നെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇതുവരെ ഇപ്പൊ ഉടനെ നമുക്ക് കൊടുക്കണ്ട, ഉടനെ 2 പോസിബിലിറ്റി എടുക്കണ്ട. നമുക്ക് താഴേക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻസ് മാർക്ക് ചെയ്യാം. ഇപ്പൊ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്. ഇപ്പൊ മേ ബി ഒരു ക്ലർക്ക് പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലത് ഡയറക്ട്ലി നമ്മൾ പോസിബിലിറ്റി കൊടുത്ത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് അങ്ങനെയല്ല. നമ്മൾ ഒത്തിരി പോസിബിലിറ്റി എടുത്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും താഴോട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് വരുമ്പോൾ ഏതെങ്കിലും പോസിബിലിറ്റീസ് എലിമിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? പോസിബിലിറ്റി എടുത്താൽ മതി. ഒരു തവണ സെന്റൻസ് വായിക്കുക, വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക? കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. അതായിരിക്കണം നമ്മളുടെ ഒരു രീതി. C does not work with E. സി എന്ന് പറയുന്ന ആള് ഇയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. സോ സി എഴുതി, ഞാൻ ഇ എഴുതി, ക്രോസ് മാർക്ക് ചെയ്തു. നമുക്ക് മനസ്സിലാകണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അടുത്തത് ബി വർക്ക്സ് വിത്ത് നെയ്തർ ഇ നോർ സി. ശ്രദ്ധിക്കണേ, ബി ആരുടെ കൂടെ വരത്തില്ല? ബി ഡസ് നോട്ട് വർക്ക്സ് വിത്ത് ഇ നോർ സി. ബി ഇയുടെ കൂടെയും വരത്തില്ല, ബി സിയുടെ കൂടെയും വരത്തില്ല. ഓക്കെ. എഫ് നെയ്തർ വർക്ക്സ് ഇൻ മാർക്കറ്റിംഗ് നോർ ഇൻ HR ഡിപ്പാർട്ട്മെന്റ്. എഫ് മാർക്കറ്റിംഗിലും HR-ഉം അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എഫ് എവിടാ? സെയിൽസിലാ. മാർക്കറ്റിംഗിലും HR-ലും വരത്തില്ലെങ്കിൽ ആകെ 3 ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. അപ്പൊ സെയിൽസ് എവിടെയാണ്? F-ലാണ്. എച്ച് വർക്ക്സ് വിത്ത് എഫ്. എച്ച് എന്ന് പറയുന്നത് എഫിന്റെ കൂടെയാണ്. ബട്ട് നോട്ട് വിത്ത് ബി. ബട്ട് നോട്ട് വിത്ത് ബി. അപ്പൊ ഇവിടെ ആരും വരത്തില്ല, ബിയും വരത്തില്ല. എച്ച് എന്ന് പറയുന്നത് എഫിന്റെ കൂടെയാണ്, പക്ഷെ ബിയുടെ കൂടെ വരത്തില്ല എന്ന് പറഞ്ഞാൽ എഫ് ഓൾറെഡി സെയിൽസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എച്ച് ഞാൻ അവിടെ കൊടുത്തു. ഇവിടെ ആര് വരത്തില്ല? ബി വരത്തില്ല. ജി വർക്ക്സ് വിത്ത് ജെ. ജിയും ജെയും ഒരുമിച്ചാണ്. ആ ഒരുമിച്ചാണ് എന്ന് കാണിക്കാനാണ്, എനിക്ക് മനസ്സിലാകാനാണ് ഞാൻ റൗണ്ട് ചെയ്തേക്കുന്നത്.
ജി വർക്ക്സ് വിത്ത് ജെ ബട്ട് നോട്ട് വിത്ത് എച്ച് ആൻഡ് ബി. പക്ഷെ ജി ആരുടെ കൂട്ടത്തിൽ വരത്തില്ല? എച്ചിന്റെയും ബിയുടെയും കൂട്ടത്തിൽ എന്ത് ചെയ്യില്ല? വരില്ല. ഡി ഡസ് നോട്ട് വർക്ക് വിത്ത് ജെ ആൻഡ് ഐ. സിമിലർലി ഡി ആരുടെ കൂട്ടത്തിൽ വരത്തില്ല? ജെയുടെയും കൂട്ടത്തിൽ വരത്തില്ല, ഐയുടെയും കൂട്ടത്തിൽ വരത്തില്ല. ആൻഡ് ഓൺലി ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈവൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ദെയർ. ഒന്ന് ശ്രദ്ധിച്ചേ, മാർക്കറ്റിംഗിൽ മാത്രമാണ് ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ. ബാക്കി ഒരിടത്തും എന്തല്ല? ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ അല്ല. ബാക്കിയുള്ളിടത്തെല്ലാം ഓഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ 2 എണ്ണം. അപ്പൊ എന്തായാലും ഒരെണ്ണം കൂടെ മിനിമം ഇവിടെ വന്നേ പറ്റൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ ഡിഫറെന്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം നമ്പർ ഓഫ് പേഴ്സൺസും വരാൻ പാടില്ല. ഓടും ആയിരിക്കണം. മാർക്കറ്റിംഗിൽ മാത്രമാണ് ഈവൻ, അല്ലെ? ഓൺലി ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ. അപ്പൊ ഇവിടെ 2 എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ഇത് 3 ഡിഫറെന്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കണം. അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? വേഗം പറഞ്ഞു. ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് എയും ഇയും ഇവിടെ വരത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ എയും ഇയും ഇവിടെ, അല്ലെങ്കിൽ എയും ഇയും ഇവിടെ. ഈ ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇയുടെ കൂട്ടത്തിൽ ബിയും വരത്തില്ല. കണ്ടീഷൻസ് മെർജ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ഇവിടെ നോക്കിക്കേ, എയും ഇയും ഒരുമിച്ച് വരണം. അതൊന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇയുടെ കൂട്ടത്തിൽ ബിയും വരത്തില്ല, ബി ഇവിടെയും വരത്തില്ല. അപ്പോൾ 2 പോസിബിലിറ്റി. സോ നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇപ്പൊ സപ്പോസ് എയും ഇയും HR ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ബി ഇവിടെ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? എയും ഇയും. ഇനി ബിയുടെ കൂട്ടത്തിൽ വരാത്ത ആൾക്കാരെ എല്ലാവരും നമുക്ക് കൊടുക്കാം. ബിയുടെ കൂട്ടത്തിൽ സി വരത്തില്ല. അപ്പൊ സി എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇനി എവിടെയാ? നമുക്ക് സി ഇയുടെ കൂട്ടത്തിലും വരത്തില്ല. ശ്രദ്ധിക്കണേ, സി ഇയുടെ കൂട്ടത്തിലും വരത്തില്ല, സി ബിയുടെ കൂട്ടത്തിലും വരത്തില്ല. അപ്പൊ പിന്നെ എനിക്ക് 100% ബി ഈ പോസിബിലിറ്റിയിൽ സെയിൽസിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പക്ഷെ എയും ഇയും ഇവിടെ ആയിരുന്നെങ്കിൽ ബി ഇവിടെ കൊടുക്കേണ്ടി വന്നേനെ. 2 പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഇനി എന്താ? ഇവിടെ ഇപ്പം ഓഡ് നമ്പർ ഓഫ് പേഴ്സൺ ആയി. ഇവിടെ ഈവൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ 3 6 പേഴ്സൺ ആയി. ഇനി എനിക്ക് എക്സ്ട്രാ 4 പേഴ്സണെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. ഇനി ജിയും ജെയും ഒരുമിച്ച് വരണം. ശ്രദ്ധിച്ചേ, ജിയും ജെയും ഒരുമിച്ച് വരണം. അത് എച്ചിന്റെയും ബിയുടെയും കൂടെ വരാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ജി കൊടുക്കാൻ പറ്റില്ല, ഇവിടെയും ജി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ കൊടുക്കാൻ എനിക്ക് ഇവിടെ മാത്രമേ പറ്റത്തുള്ളൂ, ജിയും ജെയും. ഇപ്പൊ ഇവിടെ തന്നെ എത്ര പേഴ്സൺ ആയി? 4 പേഴ്സൺ. ഇവിടെ ഇപ്പൊ 4 3 7 1 8. ഇനി എക്സ്ട്രാ 2 ആൾക്കാരെ കൊടുക്കാൻ പറ്റൂ. ഇവിടെ എന്തായാലും ഒരാൾ വരണം. കാര്യം എന്താ? ഇവിടുത്തെ കേസിൽ മാർക്കറ്റിംഗിൽ ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ ആയിരിക്കണം. അപ്പൊ എന്തായാലും ഒരാളും കൂടി ഇവിടെ വന്നേ പറ്റൂ. ആൻഡ് ഓൾസോ ഇവിടെ 3, ഇവിടെ ഇപ്പൊ 4. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടാ നിൽക്കുന്നത്, കുഴപ്പമില്ല. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ള? ഡിയുടെ കൂടെ ജെയും ഐയും വരാൻ പാടില്ല. ഇവിടെ ഞാൻ ഡി കൊടുത്താൽ ജെ വരും, പറ്റത്തില്ല. ഇനി അതേപോലെ ഐ ഉണ്ട്, ഡിയുടെ കൂടെ ജെയും ഐയും വരാൻ പാടില്ല. അപ്പൊ എന്തായാലും ഡി ഇവിടെ വരാൻ പറ്റില്ല. അപ്പൊ ഡി ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെയും വരാം. പക്ഷെ നമുക്ക് നോക്കാം വേറെ എന്താ നമ്മളോട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. ജിയും ജെയും എന്തായാലും വരണം. പിന്നെ ഐയുടെ കേസും ഉണ്ട്. ഒന്ന് നോക്കിക്കേ, ഡി എനിക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തതിന്റെ റീസൺ ഇവിടെ എന്തായാലും ഒരാളൂടെ വന്നേ പറ്റൂ. ഇവിടെ ഓടായിരിക്കണം. അപ്പൊ ഒരെണ്ണം കൂടെ ഞാൻ ഇവിടെ കൊടുത്താൽ അത് ഈവൻ ആകും. ആകെ ഇനി എക്സ്ട്രാ 2 പേരെയും കൂടെ എനിക്ക് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടെ മാത്രമാണ് നമുക്ക് ഈവൻ പറ്റുള്ളൂ. ഇവിടെ 2 ഓടായിരിക്കണം. ഇവിടെ ഓൾറെഡി ഓടാ. ഇപ്പൊ തന്നെ ടോട്ടൽ എത്ര പേഴ്സൺ ആയി? 4 3 7 2 9. എക്സ്ട്രാ ഒരാളെയും കൂടെ കൊടുക്കാൻ പറ്റൂ. അതെനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റൂ. കാര്യം എന്താ? ഇവിടെ 4 പേരാ. ഈ 4 പേരെന്ന് പറയുന്നത് ഈവൻ ആണ്. നമുക്ക് ഇവിടെ ഓടേ പറ്റുള്ളൂ. സോ 100% അപ്പം ഐ ഇവിടെ വരും. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇതാ സമയത്ത് നമുക്ക് കണ്ടീഷൻസ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അപ്പൊ മറ്റേ പോസിബിലിറ്റി ആയിരിക്കും എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ചിലപ്പോ ഇവിടെ ഓഡ് നമ്പർ വരാൻ പറ്റില്ല, മീൻസ് ഈവൻ നമ്പർ വരാൻ പറ്റില്ലായിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ എലിമിനേറ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. എങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, കണ്ടിട്ട് തോന്നുന്നു. അപ്പൊ നിങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. Okay, so 6 persons are arranged according to their height in descending order from left to right. അപ്പോൾ ഇതെന്താ ശരിക്കും? ഇതൊരു ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ആണ്. 6 പേഴ്സൺസിന്റെ ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. അപ്പോൾ ഇവരിങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഡിസെൻഡിങ് ഓർഡർ എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ പക്ഷെ ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ഒരിക്കലും ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും എടുത്ത്, അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എടുത്ത് ഇങ്ങനെ അല്ല എഴുതുക. ഞാൻ ഓൾമോസ്റ്റ് ഇതിനെ സ്ട്രക്ചർ വരച്ച് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ 1 2 3 4 5 6
ഞാൻ ഇവിടെ ഈ നമ്പർ കൊടുക്കുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ നമ്പർ കൊടുക്കുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. എത്ര പേരുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം. അല്ലാതെ ഈ നമ്പറിന് യാതൊരു ഇമ്പോർട്ടൻസും ഈ ഒരു ക്വസ്റ്റ്യനകത്തിലില്ല. ഇവിടെ ഞാൻ ഏറ്റവും ഹൈറ്റ് കൂടിയ, അല്ലെങ്കിൽ ഏത് പാരാമീറ്റർ ആണോ പറഞ്ഞിട്ടുള്ളത്, ഹൈറ്റോ വെയിറ്റോ ഏതാണെങ്കിലും, കൂടിയ ആളെ ടോപ്പിലും കുറഞ്ഞ ആളെ ബോട്ടത്തിലും, ദാറ്റ് മീൻസ് ഡിസെൻഡിങ് ഓർഡർ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഞാൻ എഴുതുക. അപ്പൊ കൂടിയ ആള്, ഇപ്പൊ എക്ക് ബി യെ കാട്ടിൽ ഹൈറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടീഷൻ മാർക്ക് ചെയ്യും. അപ്പൊ അതെനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ്. പെട്ടെന്ന് എൻ്റെ ബ്രെയിൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യില്ലേ, സോ അതേപോലെ തന്നെ ഇവിടെയും ഞാൻ ചെയ്യാം. നോക്കാം നമുക്ക്. അറ്റ്മോസ്റ്റ് 2 persons ആർ ഷോർട്ടർ ടു ഡി. അതിന്റെ മീനിങ് എന്താ? ഡിക്ക് ഹൈറ്റ് കുറഞ്ഞ, അല്ലെങ്കിൽ ഡിയെ കാട്ടിലെ ഹൈറ്റ് കുറവുള്ളവര് മാക്സിമം 2 പേരെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെയും വരാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ ഡി വന്നാൽ ഡിയെ കാട്ടിലും ഹൈറ്റ് കുറവുള്ള 5 പേഴ്സൺ ആവും. ഇവിടെ വന്നാൽ ഡിയെ കാട്ടിലും ഹൈറ്റ് കുറവുള്ള ഒരു 4 പേഴ്സൺ ആവും. ഇവിടെ വന്നാൽ 3 പേഴ്സൺ ആകും. മാക്സിമം 2 പേഴ്സണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും എടുത്ത് ആര് വരാൻ പാടില്ല? ഡി വരാൻ പാടില്ല. ഡി ഹു ഈസ് ഷോർട്ടർ ടു ദി വൺ ഹു ഈസ് ഹൈറ്റ് ഈസ് 140 meter. 140 ഹൈറ്റ് ഉള്ള ആളെ കാട്ടിലും നീളക്കുറവാണ് ഡിക്ക്. ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ ടോളർ ടു ബി ഈസ് ഇൻ ഓഡ് നമ്പർ. അതായത് ദി ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ ടോളർ ടു ബി, ബിക്ക് മുകളിലുള്ള ആളുടെ ഹൈറ്റ് ആണ്. ബിക്ക് മുകളിലുള്ള ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അത് ഹൈറ്റ് ആണ് ഓഡ് നമ്പർ എന്നാണ് എടുക്കേണ്ടത്, അല്ലാതെ പേഴ്സന്റെ എണ്ണമല്ല. ശ്രദ്ധിച്ചോണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ സമയത്ത് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതോ, ഡി ഈസ് ടോളർ ടു എ. ശ്രദ്ധിച്ചേ, ഡി ഈസ് ടോളർ ടു എ. ഡി എന്ന് പറയുന്നത് എയ്ക്ക് ടോളറാ. അപ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും താഴത്തെ പൊസിഷനിൽ ഡിക്ക് വരാനായിട്ട് പറ്റില്ല. ഏറ്റവും താഴത്തെ പൊസിഷനിൽ ഡിക്ക് വരാൻ പറ്റില്ല. അപ്പൊ എത്ര പോസിബിലിറ്റിയാ ഡിക്കുള്ളത്? 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഡി ഇവിടെ, അല്ലെങ്കിൽ ഡി ഇവിടെ. അപ്പൊ ഈ പോസിബിലിറ്റി നമുക്കങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഈ എഴുതിയിരിക്കുന്നത് നമുക്കങ്ങ് കളയാം. കാരണം ഡി ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഏറ്റവും താഴത്തെ പൊസിഷനിൽ ഡി വരാൻ പറ്റില്ല. അപ്പോൾ ഡിക്ക് താഴെ എ എന്നുള്ളത് എനിക്ക് ഇവിടെ കൊടുക്കാം. ഈ പോസിബിലിറ്റിയിൽ ഒന്നെങ്കിൽ എ ഇവിടെ വരാം, ഇവിടെ വരാം. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ബാക്കി കണ്ടീഷൻസിലേക്ക് നമുക്ക് പോകാം. ഡി ഈസ് ടോളർ ടു എ ബട്ട് ഷോർട്ടർ ടു സി. നോക്കിക്കേ, ഡി എന്ന് പറയുന്നത് എയെ കാട്ടില് ടോളർ ആണ്, പക്ഷെ സിയെ കാട്ടില് ഷോർട്ടറാ. ഈ സെന്റൻസ് ഒക്കെ പറയുമ്പോൾ അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണം. ഡിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഡി ഈസ് ടോളർ ടു എ ബട്ട് ഷോർട്ടർ ടു സി. ഇനിയോ, ബി ഈസ് ഷോർട്ടർ ടു സി. അത് ഞാൻ സെപ്പറേറ്റ് എഴുതുകയാണേ. സിക്ക് താഴെയാണ് ബിയുടെ പൊസിഷൻ. ഇവിടെ ഞാൻ എഴുതാതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് പറയാമോ? ഇവിടാണോ ബി, ഇവിടാണോ ബി? അതായത് ഇൻ ബിറ്റ്വീൻ സിക്കും ഡിക്കും ഇടയിലാണോ ബി, ഇൻ ബിറ്റ്വീൻ സിക്കും എയ്ക്കും അല്ലെങ്കിൽ ഡിക്കും എയ്ക്കും ഇടയിലാണോ എന്ന് വ്യക്തമായിട്ട് അറിയില്ല. ദാറ്റ്സ് വൈ. സി ഹു ഈസ് നോട്ട് ദി ടോളസ്റ്റ് എമംഗ് ഓൾ. സി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പില് വരത്തില്ല. The one who is just shorter to D is 15 meter shorter to B. ശ്രദ്ധിക്കണേ, ഡിക്ക് തൊട്ട് താഴെ വരുന്ന ആള്, ശ്രദ്ധിച്ചേ, ഡിക്ക് തൊട്ട് താഴെ വരുന്ന ആള് ബിയെ കാട്ടില് 15 സെന്റിമീറ്റർ കുറവാണ്, അല്ലെ? 15 സെന്റിമീറ്റർ കുറവാണ്. അപ്പൊ 100 വട്ടം എനിക്ക് ഉറപ്പിക്കാം സിക്ക് താഴെ ആയിരിക്കും ഡി. അതേപോലെ അല്ല, സോറി, സിക്ക് താഴെ ബി. ആ ബി എന്ന് പറയുന്ന ഡിക്ക് മുകളിലായിരിക്കും. എന്തുകൊണ്ടാ ബിക്ക് മുകളിൽ വന്നത്? ഡിക്ക് തൊട്ട് താഴെയുള്ള ആള് ബിയെ കാട്ടില് ഷോർട്ടറാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് മെർജ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ? ഇവിടെ നോക്കിക്കേ, സിക്ക് ശേഷം ബി, ബിക്ക് ശേഷം ഡി, ഡിക്ക് ശേഷം എ. അപ്പൊ അങ്ങനാണെങ്കിൽ സി ഇവിടെ വരില്ല. പിന്നെ എനിക്ക് സി കൊടുക്കാൻ പറ്റുന്നത് എവിടെയാ? ഇവിടെ സി വരാം, സിക്ക് താഴെ ബി വരാം. ആൻഡ് ഇ ഈസ് ഷോർട്ടർ ടു ബോത്ത് എഫ് ആൻഡ് എ. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. ഈ ലാസ്റ്റ് കണ്ടീഷൻ നോക്കിക്കേ, ഇ ഈസ് ഷോർട്ടർ ടു ബോത്ത് എഫ് ആൻഡ് എ. എഫിനും എയ്ക്കും ഇടയിലെ, അല്ലെങ്കിൽ എഫിനും എയെ കാട്ടിലും ഷോർട്ടർ ആണ് ഇ എന്ന് പറയുമ്പോൾ ഇക്ക് താഴെ, അല്ല സോറി, എയ്ക്ക് താഴെ ഇ കൊടുക്കണം. അപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റില്ല മറ്റേ പോസിബിലിറ്റിയിൽ. സോ 100% എ ഇവിടെ, ഇ ഇവിടെ, മിച്ചം വന്ന എഫ് ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ?
ഇനി നമ്മളോടൊരു 140യുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്ക് മുകളിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഓടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്ക് മുകളിൽ 2 പേഴ്സൺ ഉണ്ട്. ഇവരുടെ ഹൈറ്റ് ഓടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ 140 താഴെ ആയിരിക്കണം ഡി. അപ്പൊ ഡി ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ സിക്കും എഫിനും എനിക്ക് 140 കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ബിക്ക് മുകളിലുള്ളവരുടെ ഹൈറ്റ് ഓഡ് നമ്പർ ആയിരിക്കണം. 140 എന്ന് പറയുന്നത് ഓടല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് 100 വട്ടം പറയാം ആരുടെ ഹൈറ്റാ 140? ബിയുടെ ഹൈറ്റാണ് 140. അതാകുമ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. ഡിക്ക് മുകളിലും ആയി, ബിക്ക് മുകളിൽ ആയുമില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിക്ക് തൊട്ട് താഴെയുള്ള ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ബിയെ കാട്ടിലും 15 സെന്റിമീറ്റർ കുറവാ. അപ്പൊ എനിക്ക് എത്ര പറയാം? 140 നിന്ന് 15 സെന്റിമീറ്റർ കുറവ് 125 ആയിരിക്കും. ആരുടെ ഹൈറ്റ്? നമ്മളുടെ എയുടെ ഹൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? യെസ്. വേണ്ട ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇങ്ങനെ എടുത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല നേരത്തേത് അല്ലെ? നമുക്ക് അത്യാവശ്യം വളരെ വേഗത്തിൽ കണ്ടീഷൻസ് മാർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന 1 വേരിയബിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എഗെയിൻ ഇറ്റ്സ് എ സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 8 persons sits around a square table but not necessarily in the same order. 8 persons സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 4 persons sits at the corner while rest 4 sits in the middle side and faces inside. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ഷൻ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം. നിങ്ങൾക്കിത് റിബൺ മെത്തേഡിലും ചെയ്യാം, അതേപോലെ തന്നെ സ്ക്വയറിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ 4 പേര് കോർണറിലും 4 പേര് മിഡിലും. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോർണറിലുള്ളവർ എവിടെയാണ്? ഔട്ട്സൈഡ് ആണ്. കോർണറിലുള്ള ആൾക്കാർ ഔട്ട്സൈഡ് ആണ് ഫേസ് ചെയ്യുന്നത്. മിഡിലുള്ള ആൾക്കാർ ഇൻസൈഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻസിലേക്ക് വരാം. ആർ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ടി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 6 കോർണറും മിഡിലും ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾട്ടർനേറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടായിരുന്നാൽ മതി നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ കണ്ടീഷൻസ് എഴുതുന്നത്. ഞാനത് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നിങ്ങളോട് പറയാം. ഇപ്പൊ ആർ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഓൾമോസ്റ്റ് ഫേസസ് ടുവേർഡ് സെന്റർ എടുത്താൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് ടു റൈറ്റിൽ ആർ ഇവിടെ വന്നു. ആൻഡ് 1 person ബിറ്റ്വീൻ ആർ ആൻഡ് യു. ആറിനും യുവിനും ഇടയിൽ ഒരു ഗ്യാപ്പ്. യു ഹു ഡസ് നോട്ട് സിറ്റ് നിയർ ടു ടി. യു ടിയുടെ അടുക്കൽ വരാൻ പാടില്ല. അപ്പൊ ആർ ഒരു ഗ്യാപ്പിൽ യു ഇങ്ങോട്ടേക്ക് വന്നാൽ അത് ടിയുടെ അടുക്ക വരും, പറ്റത്തില്ല. സോ ഒരു ഗ്യാപ്പിൽ ടി ഇവിടെ. ഓക്കെ, ബോത്ത് എസ് ആൻഡ് വി ഫേസസ് ഈച്ച് അതർ. എസും വിക്കും ഇടയിൽ മീൻസ് എസും വിയും പരസ്പരം ഫേസ് ചെയ്യുക. 8 പേരുള്ള അറേഞ്ച്മെന്റിൽ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ 3 പേര്. നിങ്ങളിപ്പോൾ വിചാരിക്കും മിസ് ഫേസ് ടു ഫേസിന്റെ കൂടെ എന്തിനാണ് ഈ ഓപ്പോസിറ്റ് ചേർത്ത് പറയുന്നത്? മിക്ക ക്വസ്റ്റ്യനകത്തിലും അങ്ങനെ ഒരു വേർഡ് പറയാറുണ്ട്. അതായത് ചില സമയത്ത് അവർ ഫേസ് ടു ഫേസ് എന്ന് പറയും, ചില സമയത്ത് അവർ ഓപ്പോസിറ്റ് എന്ന് പറയും. രണ്ടും സെയിമാ. ഇപ്പൊ ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ടി വന്നതുകൊണ്ട്, ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ആർ വന്നതുകൊണ്ട്, ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ല സോറി ഇവിടെ ടി അല്ലല്ലോ, ഇവിടെ ടി അല്ലായിരുന്നു, യു ആയിരുന്നേ. ഞാൻ ആർ ഒരു ഗ്യാപ്പിൽ ടി അല്ല, ആർ ഒരു ഗ്യാപ്പിൽ യു ആ. അപ്പൊ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് എസും ബിയും കൊടുക്കാൻ പറ്റില്ല, ഇവിടെയും കൊടുക്കാൻ പറ്റില്ല, ഇവിടെയും കൊടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് വേണ്ട ഇവിടെ 2 മാത്രമാണ്. വി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. പിന്നെ ഫേസ് ടു ഫേസ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ വരത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അത് പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ടീച്ച് ഒരു പക്ഷേ ഇവിടെ കോർണറിലെടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എസും വിയും കൊടുക്കാൻ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. നമുക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നാൽ മതി. തിരിച്ച് നിങ്ങൾ എടുത്തെങ്കിലും കുഴപ്പമില്ല. വി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ശ്രദ്ധിക്കണേ, ഇനി വി എവിടെ കൊടുക്കണം, എസ് എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോ നമ്മൾ എസ് ഓർ വി എന്ന് ഇവിടെ കൊടുത്താൽ ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റില്ല, ക്യൂവും വിയും അടുപ്പിച്ച് വരണം. ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റില്ല. ഇവിടെ ഞാൻ ക്യൂ കൊടുത്താൽ ഇവിടെ വി വന്നാൽ ഇമ്മീഡിയറ്റ് റൈറ്റിലാകും, പറ്റത്തില്ല. അപ്പൊ 100% ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എസ് ഇവിടെ, വി ഇവിടെ, വി എന്ന് പറയുന്ന ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ഇവിടെ. അടുത്തതോ
P and S are not immediate neighbors. ഇനി മിച്ചമുള്ള രണ്ട് സ്ഥലം ഇവിടാണ്. പി എസിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. സോ പി ഇവിടെ കൊടുത്തു. മിച്ചം വന്ന ആളാരാ? PQRST UVW. സോ W ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. കണ്ടീഷൻസ് പോലും എഴുതേണ്ട ആവശ്യം നമുക്കിവിടെ വന്നില്ല അല്ലെ? വളരെ വേഗത്തിൽ കൊടുക്കാൻ പറ്റി. ഇപ്പൊ റിബൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരെ ഇങ്ങനെ സ്ക്വയർ വരയ്ക്കാതെ ലീനിയറിൽ ചെയ്യുന്ന മെത്തേഡ്. ഞാൻ റിബൺ മെത്തേഡ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് കയറി നോക്കാം. അപ്പൊ ഇവിടെയാണെങ്കിൽ ഏതെടുത്ത് സ്റ്റാർട്ട് ചെയ്യും? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇത് ഞാൻ ഫേസസ് ടുവേർഡ്സ് സെന്റർ എടുത്തല്ലേ കാണിച്ചേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ റിബൺ മെത്തേഡിൽ ടി ഫേസസ് ഔട്ട്സൈഡ് എടുത്ത് കാണിക്കാം. അപ്പൊ ഇത് രണ്ടും സെയിം ആണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരും. നോക്കാം നമുക്ക്. ടിയുടെ സെക്കൻഡ് ടു റൈറ്റ്. അപ്പൊ ടി ഫേസസ് ഔട്ട്സൈഡ് ആകുമ്പോൾ സൗത്ത് ആയിട്ടും ഫേസസ് ടുവേർഡ്സ് സെന്റർ ആകുമ്പോൾ നോർത്ത് ആയിട്ടും ആണ് എടുക്കുന്നത്. ടിയുടെ സെക്കൻഡ് ടു റൈറ്റിൽ R ഇവിടെ, R ഒരു ഗ്യാപ്പിൽ U ഇവിടെ. ഇവിടെ നോക്കിക്കേ, 2, 4, 6 എക്സ്ട്രാ ഉള്ള 2 പേരെ സ്ഥലം ഇങ്ങോട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളോട് പറഞ്ഞു എസും വിയും ഫേസ് ടു ഫേസാ. ഇവിടെ ഒരാൾ സൗത്ത് മീൻസ് ഫേസസ് ഔട്ട്സൈഡ് ആകുമ്പോൾ ഇത് ഇൻസൈഡ് ഔട്ട്സൈഡ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഇൻസൈഡ്, ഇവിടെ ഇൻസൈഡ് ഇത് ഔട്ട്സൈഡ്. ഇനി നമ്മൾ പറഞ്ഞു എസും വിയും ഫേസ് ടു ഫേസാ. ഇവർക്കിടയിൽ ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും 3 പേര്. ആ 3 പേര് ഗ്യാപ്പിൽ കൊടുക്കാൻ പറ്റുന്നത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ കൊടുത്താൽ 1, 2, 3 ഗ്യാപ്പിൽ ഇവിടെ ടിയാ പറ്റില്ല. ഇവിടെ കൊടുത്താൽ 1, 2, 3 ഗ്യാപ്പിൽ പറ്റും. അപ്പൊ ഇതെനിക്ക് പറ്റുന്നത് എവിടെയാ? ഒന്നിവിടെ ഒന്നിവിടെ. ഇത് മാത്രമല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ? വേറെ സ്ഥലം ഉണ്ടോ? ഇവിടെ കൊടുത്താൽ 1, 2, 3 ഗ്യാപ്പിൽ പറ്റില്ല. ഇനി ഒരു കാര്യമുണ്ട്, ക്യൂവിന്റെ വി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. വി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. ഇവിടെ ഞാൻ വി കൊടുത്താൽ ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. സോ എസിനെ ഇവിടെ കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ ഞാൻ വി കൊടുത്താൽ ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പൊ വി 3 ഗ്യാപ്പിൽ എസ് ഇവിടെ. അവര് ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണ്. എസിനടുത്ത് പി വരാൻ പാടില്ല. സോ പി ഇവിടെ. മിച്ചം വന്ന W ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് രണ്ടുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് രണ്ടും സെയിം ആണോ നോക്ക. ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇവിടെ ആരാ? ക്യൂ. ഇവിടെ ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാ? അത് മാഞ്ഞു പോയതാണ്. ഇവിടെ ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാ? ക്യൂ. ആറിന്റെ തേർഡ് ടു റൈറ്റ് ആരാ? അല്ലെങ്കിൽ ആറിന്റെ തേർഡ് ടു ലെഫ്റ്റ് ആരാ? ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ടു ലെഫ്റ്റ് ലെസ്. ഇവിടെ ആറിന്റെ തേർഡ് ടു ലെഫ്റ്റ് ആരാ? ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്. ഇപ്പുറത്ത് ആളില്ല എന്ന് വിചാരിക്കരുത്. എസ് ഇവിടെ. കണ്ടോ? അപ്പൊ കോർണറും മിഡിലും അല്ലെങ്കിൽ ഫേസസ് ടുവേർഡ്സ് സെന്ററും ഇത് നിങ്ങൾ എങ്ങനെ അറിയും? ഇപ്പൊ എസും വിയും ഫേസ് ടു ഫേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഫേസ് ടു ഫേസ് ഉള്ള ആൾക്കാർ എവിടെ? മിഡില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് മിഡിൽ, ഇത് കോർണർ, ഇത് മിഡിൽ, ഇത് കോർണർ, ഇത് മിഡിൽ, ഇത് കോർണർ, ഇത് മിഡിൽ, ഇത് കോർണർ. നിങ്ങൾ ഏത് വേണമെങ്കിലും കമ്പയർ ചെയ്തോ, ഇമ്മീഡിയറ്റ് റൈറ്റോ ഇമ്മീഡിയറ്റ് ലെഫ്റ്റോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ യാതൊരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലായി. അപ്പൊ പസിൽസ് ബുദ്ധിമുട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് നന്നായിട്ട് കണ്ടീഷൻസ് മനസ്സിലാക്കുക. കണ്ടീഷൻസ് എഴുതുന്ന രീതി അത് സെന്റൻസ് ആയിട്ട് എഴുതാതെ മാക്സിമം സിമ്പിൾസ് യൂസ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പ്രിലിംസിന്റെ പസിൽസ് ആയിരുന്നു. LIC AAOയിൽ ചോദിച്ചിട്ടുള്ള പ്രിലിംസിന്റെ പസിൽസ് ആണ് നമ്മൾ ഇതിൽ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ പസിൽസിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആസ്പിറൻസ് ഈ കൂട്ടത്തിൽ ഉണ്ടാകും. പെട്ടെന്ന് പസിൽസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, പസിൽസിൽ മാസ്റ്റർ ആകാൻ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ്. നിങ്ങൾ ഒരു ദിവസം ഒരു 20 പസിൽസ് ചെയ്യാം. 20 ഇല്ലെങ്കിൽ ഒരു 10 പസിൽസ് എങ്കിലും ഡെയിലി ബേസിസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ ഞാൻ 20 പസിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തുടക്കത്തിലേ ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം 5 പസിൽ, 10 പസിൽ, അങ്ങനെ നിങ്ങൾ ഡെയിലി 20 പസിൽസ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ പസിൽസ് നിങ്ങൾക്ക് ഓക്കെ ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പസിൽസിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു, അതിൽ ജോയിൻ ചെയ്യുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ കൂട്ടത്തിൽ സൈലം ബാങ്കിങ് ടീമിനോടൊപ്പം ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും പുതിയ ഓൺലൈൻ ബാച്ചാണ് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ബേസ് മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭ്യമാകും. പ്രിലിംസും മെയിൻസിനും ഇന്റർവ്യൂവിനുമുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ
ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കിനി അടുത്ത വരാൻ പോകുന്ന നമ്മുടെ എക്സാം എന്ന് പറയുന്ന RRB POയും RRB ക്ലർക്കും ആണ്. സോ അടിപൊളിയായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ്. അതേപോലെ നമുക്ക് മെയിൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ച് ഉണ്ട്. മെയിൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളിയായിട്ട് ഹൈ ലെവൽ പസിൽസ് ആണെങ്കിലും DI ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും RC എന്തോ ആയിക്കോട്ടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മെയിൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച്. അതിലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കഴിഞ്ഞ ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മളുടെ കൂട്ടത്തിൽ ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോടാണ് നമ്മളുടെ ക്യാമ്പസ് വരുന്നത്. സോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.